നാറ്റോയുടെ മിലിറ്ററി ഡ്രില്ലിൽ നിന്നും ഇസ്രായേലിനെ പുറത്താക്കി തുർക്കി. സംഘർഷങ്ങൾക്കിടയിൽ ഇറാൻ, റഷ്യ, ചൈന കൂടിക്കാഴ്ച. കരുതൽ ശേഖരം ഭൂരിഭാഗവും സ്വർണമാക്കാൻ ഒരുങ്ങുകയാണോ ഇറാൻ? നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. നമുക്ക് ആദ്യമായി പോകേണ്ടത് തുർക്കിയിലേക്കാണ്. തുർക്കി ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതായത് നാറ്റോ മെമ്പറായിട്ടുള്ള തുർക്കി ഇപ്പോൾ നാറ്റോ തന്നെ കണ്ടക്ട് ചെയ്യുന്ന മിലിറ്ററി എക്സസൈസിൽ നിന്ന് ഇസ്രായേലിനെ എടുത്ത് പുറത്തിട്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ ഈ ഒരു ഡ്രില്ലിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യം ഉയർന്ന ആ ഒരു സമയത്ത് തുർക്കിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള തയ്യബ് എർദഗാനാണ് വീറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ പുറത്താക്കിയത്. നാറ്റോയിലെ നിരവധി രാജ്യങ്ങളാണ് പറഞ്ഞത് ഇസ്രായേലിനെ ഈ ഒരു ഡ്രില്ലിൽ, അതായത് ഈ ഒരു മിലിറ്ററി ഡ്രില്ലിൽ കൊണ്ടുവരണമെന്ന്. എന്നാൽ തുർക്കിയുടെ എതിർപ്പ് വന്നതോടുകൂടി തന്നെ ഇസ്രായേലിനെ മാറ്റി നിർത്തേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു എക്സസൈസ് പൊതുവെ അറിയപ്പെടുന്നത് റെസീലിയൻസ് ആൻഡ് എമർജൻസി പ്രിപ്പയർനെസ് എക്സസൈസ് എന്നാണ്. പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നാറ്റോയിൽ ഒരു വിഭാഗം രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ പക്ഷം കൂടുമ്പോൾ പോലും നട്ടലുള്ള തുർക്കി പോലെയുള്ള നട്ടലുള്ള രാജ്യങ്ങളും നാറ്റോ അംഗരാജ്യത്ത് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനിടെ ഇറാന്റെ പ്രസിഡന്റ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഡു വാട്ട് എവർ യു വാണ്ട്, അതായത് താങ്കൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത്. അതായത് താങ്കൾ എന്ത് ചെയ്താലും അത് ഇറാനെ സംബന്ധിച്ച് ഞങ്ങൾ അത്ര കണ്ട് വില കൽപ്പിക്കുന്നില്ല എന്നാണ് ചുരുക്കത്തിൽ ഇതിനെ പറയാൻ സാധിക്കുന്നത്. സമ്മർദ്ദത്തിന് വഴങ്ങി യാതൊരുവിധ ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഇറാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇറാനിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെഷസ്കിയന്റെ വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായിട്ട് ഡീലിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ മിലിറ്ററി ആക്ഷൻ വരെ ഒരു പക്ഷേ ഉപയോഗിച്ചേക്കാം, അതായത് മിലിറ്ററിയെ വരെ കൊണ്ടുവന്നേക്കാം എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇത്തരം ഭീഷണികൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റിന്റെ ഇത്തരം പ്രതികരണങ്ങൾ വരുന്നത്. ആണവ പദ്ധതിയിൽ പുതിയ കരാർ ഒപ്പിടാനായിട്ട് ട്രംപ് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാനുമായിട്ടും റഷ്യയുമായിട്ടും ചർച്ചകൾ നടത്താൻ പോകുകയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ചൈന പ്രതികരിച്ചിരിക്കുന്നത്. ഈ ആണവ പ്രശ്നം മുൻനിർത്തി ഒരു ത്രികക്ഷി യോഗം ബീജിംഗിൽ ഈ വെള്ളിയാഴ്ച നടക്കും. ഇറാനും റഷ്യയും അവരുടെ ഡെപ്യൂട്ടി വിദേശകാര്യ സഹമന്ത്രിമാരെ ഈ ഒരു യോഗത്തിലേക്ക് അയക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2022 റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷമാണ് ഇറാനും റഷ്യയും തമ്മിലുള്ള സൗഹൃദം വളരെയധികം വർദ്ധിച്ചത്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ചൈനയുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. അതായത് ഒരു പക്ഷേ ഭാവിയിൽ ഈ ഇസ്രയേലിന് അമേരിക്ക എന്ത് കണ്ട് സപ്പോർട്ട് നൽകുന്നോ അതുപോലെ തന്നെ ഇറാന് സപ്പോർട്ടുമായിട്ട് ഈ ഒരു രണ്ട് വൻ ശക്തികളും നിലകൊണ്ടേക്കാം. അതിനിടെ ട്രംപിൽ നിന്ന് വരുന്ന വർദ്ധിച്ച ഈ ഒരു ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ട് ഇറാൻ തങ്ങളുടെ കരുതൽ ശേഖരത്തിലെ ഭൂരിപക്ഷവും സ്വർണത്തിലേക്ക് മാറ്റുകയാണ് എന്ന രീതിയിലൊരു വാർത്ത വരുന്നുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരവധി തവണയാണ് ഇറാൻ സ്വർണം ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉപരോധങ്ങൾ തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിലാണ് ഇറാൻ ഈ സ്വർണത്തെ കാണുന്നത്. ഇറാൻ കുറഞ്ഞത് 81 മെട്രിക് ടൺ സ്വർണം ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏകദേശം രാജ്യത്തിൻ്റെ വിദേശ കറൻസി ശേഖരത്തിൻ്റെ 20% സ്വർണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് നമുക്കറിയാം ഇറാൻ്റെ ഡ്രോണുകൾ എന്ന് പറയുന്നത് വളരെയധികം, അതായത് ലോക നിലവാരമുള്ള ഡ്രോണുകളാണ് ഇറാൻ്റെ കൈകളിലുള്ളത്. അത് ഇറാൻ റഷ്യയ്ക്ക് കൊടുത്തത്, അതായത് യുക്രൈൻ റഷ്യ വാറിൽ റഷ്യ ഇത്തരം ഡ്രോണുകൾ, അതായത് ഇറാന്റെ ഡ്രോണുകൾ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ഇറാനിൽ നിന്ന് ഡ്രോൺ കൊടുത്തപ്പോൾ റഷ്യ തിരികെ കൊടുത്തത് സ്വർണമാണ് എന്ന രീതിയിലും ഒരു വാർത്ത വരുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഇറാൻ ഇപ്പോൾ ഒന്നും പ്രതികരിച്ചിട്ടുമില്ല, അതായത് അവർ കൺഫേം ചെയ്തിട്ടില്ല ഈ ഒരു വാർത്ത. അതിനിടെ വെടിനിർത്തൽ നീട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അമേരിക്കൻ പ്രതിനിധി ഖത്തറിലെത്തിയിരിക്കുകയാണ്. വൈറ്റ് ഹൗസിന്റെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വീറ്റ്ഹോഫ് ആണ് ഇപ്പോൾ ഖത്തറിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഗസയിൽ ഇപ്പോൾ 24ഓളം ഇസ്രായേലികൾ ബന്ധികളായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്, അതായത് ജീവനോടെ ബന്ധികളായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ അമേരിക്കൻ ഇസ്രായേലി സോൾജർ ആയിട്ടുള്ള ഏഡൻ അലക്സാണ്ടറും ഉൾപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ മോചനവും എല്ലാം തന്നെ ഈ ഒരു ചർച്ചയിൽ ഭാഗമാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമസ്കാരം.